അശ്വനദിയുടെ തീരത്ത് പടർന്നു നിൽക്കുന്ന മൂടൽമഞ്ഞിന് അന്ന് നിശബ്ദതയുടെ തണുപ്പായിരുന്നു. പ്രകൃതി പോലും ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പുലരി. കുന്തി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ പൈതലിന്റെ ചൂട് അവളിലൊരു കൊടുങ്കാറ്റായി പടരുകയാണ്. അവളൊരു കന്യകയാണ്. പക്ഷെ കയ്യിലിരിക്കുന്നത് സൂര്യ തേജസ്സുള്ള ഒരാൺകുഞ്ഞ്. ലോകത്തിന്റെ തിളക്കമുള്ള സഹജമായ കവചവും കാതുകളിൽ മിന്നിത്തിളങ്ങുന്ന കുണ്ഡലവുമായി ആ കുഞ്ഞ് ഉറങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവനായ ഭാഗ്യവാൻ, സാക്ഷാൽ സൂര്യദേവന്റെ അംശം. പക്ഷേ ആ മാതൃത്വത്തിന് മുകളിൽ ലോകത്തിന്റെ പരിഹാസവും കൊലമര്യാദയുടെ കൽത്തുറങ്കുകളും ആണിയടിച്ചു കയറ്റിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ദുർവാസാവ് മഹർഷി നൽകിയ ആ മന്ത്രം ഒരു കൗതുകത്തിനാണ് അവൾ ചൊല്ലിയത്. കന്യകാത്വത്തിന്റെ കുസൃതിയിൽ സൂര്യനെ ആവാഹിച്ചപ്പോൾ ആകാശത്തു നിന്ന് തേജസ്വിയായ ഒരാൾ അവളുടെ മുന്നിലെത്തുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പുത്രി, നിനക്ക് എന്നെ പോലെ തേജസ്വിയായ ഒരു പുത്രൻ ജനിക്കും. നിന്റെ കന്യകാത്വത്തിന് ഭംഗം വരില്ല. സൂര്യദേവന്റെ വാക്കുകൾ അന്ന് ആശ്വാസമായിരുന്നു. പക്ഷേ പ്രസവവേദനയുടെ ഓരോ നിമിഷത്തിലും കുന്തി ഭയന്നത് തന്റെ മകനെയല്ല, താൻ ജീവിക്കുന്ന സമൂഹത്തെയായിരുന്നു. ജനലഴികളിലൂടെ അരിച്ചെത്തുന്ന നിലാവിനെ സാക്ഷിയാക്കി അവൾ പ്രസവിച്ചു. കരയാത്ത കുഞ്ഞ്, തന്റെ ശരീരത്തിന്റെ ഭാഗമായ കവചവുമായി പിറന്ന മകൻ. അവനെ നോക്കി അവൾ വിതുമ്പി. മുലപ്പാൽ ചുരത്തേണ്ട മാറിടത്തിൽ നിന്നും കണ്ണീർ തുള്ളികൾ അവന്റെ നെറ്റിയിൽ പതിച്ചു. ഒരു മരപ്പെട്ടിയുമായാണ് കുന്തി ഗംഗാതീരത്തെത്തിയത്. അതൊരു പെട്ടിയായിരുന്നില്ല, അവളുടെ ഹൃദയം അടക്കം ചെയ്ത ശവപ്പെട്ടിയായിരുന്നു. അതിനുള്ളിൽ പട്ടുതുണികൾ വിരിച്ച് മെഴുകു പുരട്ടി വെള്ളം കയറാത്ത രീതിയിൽ അവൾ സജ്ജമാക്കിയിരുന്നു. എന്റെ മകനെ, നിന്നെ തൊടാൻ ഈ അമ്മയ്ക്ക് അർഹതയില്ല. നീ രാജകുമാരനായി വളരേണ്ടവനാണ്. പക്ഷെ നിനക്ക് ഞാൻ നൽകുന്നത് ഈ അനാഥത്വമാണ്. കുഞ്ഞ് കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ സൂര്യന്റെ തിളക്കമായിരുന്നു. ആ നോട്ടം കുന്തിയുടെ ഉള്ളു പൊള്ളിച്ചു. സാധാരണ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഈ കുഞ്ഞ് ഇളം ചിരിയോടെ തന്റെ അമ്മയുടെ വിരലുകളിൽ പിടിക്കാൻ ശ്രമിച്ചു. ആ സ്പർശം കുന്തിയെ തളർത്തി. അവൾ അവനെ വാരിപ്പുണർന്ന് ഉറക്കെ കരയാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൂരെ കൊട്ടാരത്തിലെ കാവൽക്കാരുടെ പാദശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അവൾ പേടിയോടെ ചുറ്റും നോക്കി. പതിയെ വിറയ്ക്കുന്ന കൈകളോടെ അവൾ മരപ്പെട്ടിയെ ഗംഗയുടെ ഓളങ്ങളിലേക്ക് ഇറക്കി വെച്ചു. ഒഴുക്കവനെ ദൂരേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഗംഗേ, നീ ഇവന്റെ അമ്മയാകണം. കാറ്റേ, നീ ഇവനെ താരാട്ട് പാടണം. സൂര്യദേവ, അങ്ങ് നൽകിയ നിധിയെ ഞാനിതാ അങ്ങയുടെ തന്നെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവനെ കാത്തുകൊള്ളേടമേ. പെട്ടി അകന്നു പോകുന്തോറും കുന്തിയുടെ ഉള്ളിൽ ഒരമ്മ മരിക്കുകയായിരുന്നു. ഇരുട്ടിൽ ആ പെട്ടി ഒരു ചെറിയ ബിന്ദുവായി മാറുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. വെള്ളത്തിന്റെ ഓരോ ഓളവും അവളുടെ ഹൃദയമെടുപ്പായിരുന്നു. തന്റെ ചോരയെ, തന്റെ അഭിമാനത്തെ, തന്റെ ആദ്യത്തെ കൺമണിയെ അവൾ ഒരു അജ്ഞാത ലോകത്തേക്ക് തള്ളിവിട്ടു. ആ നിമിഷം മുതൽ രാജകുമാരനായി ജനിച്ചവൻ രാധേയനായി മാറാനുള്ള പ്രയാണം തുടങ്ങി. സൂര്യൻ ഉദിച്ചുയർന്നു. പ്രകാശത്തിന്റെ ചരടുകൾ ഗംഗയിലെ ഓളങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു. ഹസ്തനപുരയിലെ തേരാളിയായ അതിരഥൻ തന്റെ പ്രഭാത കർമ്മങ്ങൾക്കായി നദിയിൽ ഇറങ്ങിയതായിരുന്നു. ഒഴുകി വരുന്ന ആ മരപ്പെട്ടിയെ കണ്ടപ്പോൾ അതൊരു നിധിശേഖരമാണെന്ന് അയാൾ കരുതി. പെട്ടി കരയ്ക്കടുപ്പിച്ചു. അടപ്പു തുറന്ന അതിരഥൻ സ്തംഭിച്ചുപോയി. ഉള്ളിൽ സാക്ഷാൽ വിഷ്ണുവിനെ പോലെ തേജസ്സുള്ള ഒരു കുഞ്ഞ്. സൂര്യകിരണങ്ങൾ ആ കവചകുണ്ടലങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു. അതിരഥന്റെ കണ്ണുകൾ തിളങ്ങി. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത തനിക്കും ഭാര്യ രാധയ്ക്കും ദൈവം നൽകിയ ദാനമാണിതെന്ന് അയാൾ വിശ്വസിച്ചു. അവൻ പെട്ടിയിൽ കിടന്ന് കൈകാലുകൾ ഇട്ടടിച്ചു. ആ കൊച്ചു കൈകൾ അതിരഥന്റെ പരുക്കൻ വിരലുകളിൽ കോർത്തു പിടിച്ചു. രാധയെ നോക്കൂ, നമുക്കൊരു മകനെ കിട്ടിയിരിക്കുന്നു. അയാൾ സന്തോഷം കൊണ്ട് അലറി. രാധ ഓടിയെത്തി. കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് വെറും ഒരു കുഞ്ഞായിരുന്നില്ല, ഒരു യുഗത്തിന്റെ തുടക്കമായിരുന്നു. അവൾ അവനെ നെഞ്ചോട് ചേർത്തു. രാജകൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ ലഭിക്കാത്ത ചൂട് ആ തേരാളിയുടെ കുടിലിൽ കർണന് ലഭിച്ചു. ദൂരെ കൊട്ടാരത്തിലിരുന്ന് കുന്തി വിതുമ്പുന്നുണ്ടായിരുന്നു. തന്റെ മകൻ മരിച്ചോ അതോ ആരെങ്കിലും രക്ഷിച്ചോ എന്നറിയാതെ വേവലാതിപ്പെട്ട് അവൾ ഒരു രാജ്ഞിയായി, മാതാവായി മാറി. പക്ഷെ അവളുടെ ഉള്ളിലെ ആ രഹസ്യം ഒരു നീറ്റലായി എന്നും ബാക്കി നിന്നു.